നമുക്ക് പ്രശാന്ത് ഉണ്ട് നമ്മോടൊപ്പം. ഇതെല്ലാ റിപ്പോർട്ടർമാരും നമ്മോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, തിരുവനന്തപുരം കോർപ്പറേഷനാണ് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനം. മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിൽ ആദ്യമായി BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനം, തദ്ദേശ കോർപ്പറേഷൻ. പഞ്ചായത്തുകളൊക്കെ BJP ഭരിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റികളും ഭരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു കോർപ്പറേഷൻ കിട്ടിയിട്ടില്ല. 2 തവണ 2ാം സ്ഥാനത്ത് എത്തി, ഇത്തവണ 1ാം സ്ഥാനത്ത് എത്തും. ആഘോഷം തുടങ്ങിക്കോളൂ. ലഡു ഓർഡർ ചെയ്തു, പടക്കം വാങ്ങിച്ചു വെച്ചു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എന്താണ് അവസ്ഥ? അഭിലാഷ്, ഈ വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഇങ്ങനൊരു ആത്മവിശ്വാസം എന്തുകൊണ്ട് BJP നേതൃത്വം പ്രകടിപ്പിക്കുന്നു എന്നത് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അതിന് രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ ഏറ്റവും ശക്തമായ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നഗരസഭയും കേരളവും ഒക്കെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇങ്ങനൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കില്ല. മാത്രമല്ല, വലിയ മുന്നൊരുക്കങ്ങളും മധുരപലഹാരങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പെല്ലാം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് അത്? ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട്, ബൂത്ത് ലെവൽ റിപ്പോർട്ട് മാത്രമല്ല, ഏജൻസികളുടെ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു വിലയിരുത്തൽ BJP നേതൃത്വം നടത്തുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്ക് അല്പം ഒരു ആശങ്കയുണ്ട്. പക്ഷേ അപ്പോൾ 2 രീതിയിലാണ്. 8 മണി കഴിഞ്ഞ് ഫലം വരുമ്പോൾ ഇനി അത്തരമൊരു വിലയിരുത്തൽ ശരിയായിരിക്കുമോ അതോ അതൊരു വിഡ്ഢിത്തരമാകുമോ എന്നതെല്ലാം തന്നെ അറിയാൻ മിനിറ്റുകൾ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വാശിയേറിയ മത്സരം തിരുവനന്തപുരം നടന്നിട്ടുണ്ട്. അപ്പോഴും പോളിംഗ് ശതമാനം ഉയരാത്തതിൽ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും മുന്നണികൾക്കെല്ലാം ഒരു ആശങ്കയുണ്ട്. ഈ വലിയ ആത്മവിശ്വാസം BJP നേതൃത്വം പ്രകടിപ്പിക്കുമ്പോഴും ചില ശക്തികേന്ദ്രങ്ങളായ വാർഡുകൾ നഷ്ടമാകും, അല്ലെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നു എന്നതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസക്കുറവ് മുതിർന്ന ചില കൗൺസിലർമാർ അടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരമൊരു യാഥാർത്ഥ്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. ഇതെല്ലാം പറയുമ്പോഴും UDFിന്റെ ഒരു സാന്നിധ്യം അത് ഏത് ശക്തമായ മത്സരരംഗത്ത് ഇത്തവണ ഉണ്ടായിരുന്നു എന്നത് ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത്? അത് കഴിഞ്ഞ കാലത്ത് UDF ക്ഷീണിച്ചപ്പോൾ BJP വളരുന്ന ഒരു കാഴ്ച ഉണ്ടായി. അപ്പോൾ UDF ഇത്തവണ ശക്തമായ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അത് BJP ആണോ ക്ഷീണിപ്പിക്കുന്നത്, അതോ ഒരു ആന്റി ഗവൺമെന്റ് വികാരമുണ്ടെങ്കിൽ അത് LDFിൽ നിന്ന് വോട്ടുകൾ UDFിലേക്ക് എത്തുമോ, BJPയിലേക്ക് എത്തുമോ? ഇതിന്റെ എല്ലാം ഒരു ചിത്രമായിരിക്കും ഇന്നിപ്പോൾ ഈ വോട്ടെണ്ണൽ നടക്കുമ്പോൾ അറിയുക. ഏതായാലും ഒരു മാജിക് നമ്പറിലേക്ക് 51 എന്ന നമ്പറിനപ്പുറത്തേക്ക് എത്താൻ ഏത് മുന്നണിക്ക് സാധിക്കും? കാരണം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ LDF പറയുന്നുണ്ട് ഞങ്ങൾ 48 മുതൽ 54 സീറ്റ് വരെ നേടുമെന്ന്. BJP പറയുന്നു ഞങ്ങൾ 48 മുതൽ 60 സീറ്റ് വരെ പിടിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അപ്പോഴും എല്ലാവരും പൊതുവായി പറയുന്നത്, അതായത് UDFും LDFും BJPയും ഒരുപോലെ പറയുന്നത് 40നും 45നും ഇടയ്ക്കുള്ളൊരു സീറ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നതാണ്. അതിനർത്ഥം ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകില്ല. ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ഭരണം പിടിക്കാം എന്നൊരു ആത്മവിശ്വാസമുള്ളത്. UDF ആകട്ടെ ആദ്യം മുതലേ പറയുന്നത് അവർക്ക് 10 സീറ്റ് മാത്രം ഉണ്ടായിരുന്നത് 25ലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്കൊരു കണക്ക് UDFിന്റെ മുതിർന്ന നേതാക്കൾ പോലും പങ്കുവയ്ക്കുന്നില്ല. അപ്പോൾ UDF 10 എന്നത് 25ലേക്ക് എത്തുമ്പോൾ 15 സീറ്റിന്റെ വർധനയുണ്ടാകും. ആ 15 സീറ്റിന്റെ വർധന LDFിൽ നിന്ന് പോകുമോ, NDAയിൽ നിന്ന് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് NDAയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്, BJPയുടെ ഭാവിയെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസിന് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അങ്ങനെയുമുണ്ടല്ലോ. തിരുവനന്തപുരത്ത് 14 നിയമസഭാ മണ്ഡലങ്ങൾ. ആ നിയമസഭാ മണ്ഡലങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട 4-5 മണ്ഡലങ്ങൾ നഗരമേഖല കേന്ദ്രീകരിച്ച് വരുന്നു. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഉൾപ്പെടെ അത് ഈ നഗരമേഖലയിലാണ്. ഇവിടെയാണ് BJP നേരത്തെ നേട്ടമുണ്ടാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7 നിയമസഭാ മണ്ഡലമുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 4ഇടത്ത് BJP ലീഡ് ചെയ്തിട്ടുണ്ട്. 3ഇടത്ത് ലീഡ് വെച്ച് പാറശാലയും നെയ്യാറ്റിൻകരയും കോവളം കൊണ്ട് മാത്രം തരൂരിന് ജയിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ കോൺഗ്രസിന് നിലനിൽപ്പിന്റെ, UDFിന് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ തർക്കം.